നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായാലോ. ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കൂട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. പൊന്നാനിയിലും മലപ്പുറത്തൊക്കെ ഇതിന് കിടുത്താന്നാണ് കേട്ടോ പറയാ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് എന്നറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. കേട്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ ക്രിസ്പിനെസ്? അപ്പോൾ ഇത്രയും ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു 4 മണി പലഹാരം എങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിൽ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 സ്പൂൺ ഓഫ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു 3/4 ഗ്ലാസ് ഓഫ് വെള്ളം, നമ്മൾ മൈദ എടുത്ത ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇത് ഫുള്ളായിട്ട് നന്നായി കുഴക്കാൻ ഈ ഒരു രൂപത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 1 സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഗീ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് പിന്നെ വേണ്ടതാണ് ഇട്ട് കൊടുക്കാൻ ഒരു അരമുറി തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അരമുറി തേങ്ങ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 കപ്പ് ഓഫ് തേങ്ങ ചിരകിയത് വരും കേട്ടോ. അപ്പം അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഓവറായിട്ട് വറുത്ത് പോകേണ്ട കാര്യമില്ല. ഏകദേശം അതിൻ്റെ ഒരു കളറ് മാറി ഒരു ക്രിസ്പിനെസ് വരണം ആ തേങ്ങയ്ക്ക്. ആ പച്ച തേങ്ങയെന്ന് മാറിയിട്ട് ഒരു ക്രിസ്പിനെസ് വരണം തേങ്ങയ്ക്ക്. അത്ര നേരം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് ഒരു ക്രിസ്പിനെസ് ഒക്കെ വന്നിട്ടുണ്ട്. കണ്ട, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങയുടെ. അപ്പോൾ ഈ ഒരു പരിവാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വറുത്ത് വന്ന തേങ്ങയിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 4 സ്പൂണ് പഞ്ചസാരയാണ്. 4 സ്പൂൺ ഓഫ് ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ തേങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി അതൊരു കൈപ്പിടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരിക്ക് പകരം നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നട്ട്സ് യൂസ് ചെയ്യാം. ആൽമണ്ട്സോ അല്ലെങ്കിൽ കാഷ്യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇവിടെ വേറെ നട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഉണക്കമുന്തിരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുഴച്ച് വെച്ച മാവ് നമുക്ക് ഇതുപോലെ വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. നന്നായി തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ, ഇല്ലെങ്കിൽ അത്ര ക്രിസ്പിനെസ് ഉണ്ടാവില്ല നമ്മുടെ സ്നാക്കിന്. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പൊ ഞാൻ ആ തിക്നെസ് ആണ് എത്രത്തോളം തിന്നാവണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കണത്. അതിന് ശേഷം വല്ല കട്ടറോ അല്ലെങ്കിൽ മൂടിയോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസോ വെച്ചിട്ട് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ മാവ്. അപ്പൊ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ് നമ്മുടെ മാവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാവിലോട്ട് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഫില്ലിങ് ഇച്ചിരി ഒരു സ്പൂണില്ല അതിനേലും കുറവ് എടുത്തിട്ട് നിങ്ങൾ നോക്കുക എത്ര വലിപ്പമുണ്ട് നിങ്ങളുടെ ഈ റൗണ്ട് ഷേപ്പിലുള്ള മാവെന്ന്. അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്കിത് വേറെ ഒരു മാവ് വെച്ച് കട്ട് ചെയ്ത മാവ് വെച്ച് മൂടണം. അതിന് ശേഷം ഇത് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ചുറ്റും ആദ്യം പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം ചുറ്റും. അത് പോകാത്ത രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇനി നമുക്കിത് മടക്കിയെടുക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് മടക്കിയെടുക്കണം എന്നാണ് നിങ്ങൾക്ക് കാണിക്കണത്. ആദ്യം ഒരു ഭാഗം പിരിച്ച് അത് മുകളിലോട്ടാക്കി പിന്നെ താഴോട്ടാക്കുക പ്രസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൽ കാണിക്കുന്നത് പോലെയാണ് മടക്കിയെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ മടക്കിയെടുക്കുക.
ഇത് ഫസ്റ്റിലൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ടാസ്ക് ആയിരിക്കും, പിന്നെ കുറച്ചൊരു നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലെ മടക്കിയെടുക്കുക. ഓരോന്നും ഇങ്ങനെ ഫില്ലിങ് വെക്കുക, അതിന്റെ മുകളിൽ കവർ ചെയ്തിട്ട് മാവ് വെക്കുക, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുക്കുക കേട്ടോ. ഈ സ്നാക്ക് നിങ്ങൾക്ക് കുറെ ഉണ്ടാക്കിയിട്ട് കുറെ കാലത്തിന് ഇങ്ങനെ എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോ ഒരു 2 പേരോ അല്ലെങ്കിൽ 3 പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കി കഴിയും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ പ്രോസസ്സൊക്കെ ചെയ്ത് പിന്നെ വറുത്തെടുക്കാനൊക്കെ പറയുമ്പോൾ കുറച്ച് ടൈം എടുക്കാം. ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു സ്നാക്ക് മേക്കിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുക്കും കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വരുമ്പത്തേനും. അപ്പൊ ഞാനിവിടെ എല്ലാ സ്നാക്കും ഇതുപോലെ പിടിച്ചെടുത്തിട്ടുണ്ട്, അറ്റം പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല രസമുണ്ടല്ലോ, ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഞാൻ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് അതിലോട്ട് ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഓയില് നന്നായി ചൂടായി വരുമ്പോ മാത്രമേ നമ്മുടെ ഈ സ്നാക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഓയിൽ നന്നായി ചൂടായി വരുമ്പോ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുതേ, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഈ ഒരു ഫ്രൈ ചെയ്യണം, ഈ സ്നാക്ക് ഫ്രൈ ചെയ്യണ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നന്നായിട്ട് മൊരിയൽ കൂടി കരിഞ്ഞു പോവും സാധനം. അപ്പൊ നല്ല തിന്നാണല്ലോ, അപ്പൊ പെട്ടെന്ന് തന്നെ അത് മൊരിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ സ്നാക്ക്. ഇപ്പൊ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല മധുരമുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടാവും, എസ്പെഷ്യലി പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.